നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ISRO ഉദ്യോഗസ്ഥ ചമഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊയിനാച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത സംഭവത്തിലാണ് യുവതിയെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ഇവരെ പിടികൂടുകയായിരുന്നു. വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗിച്ചായിരുന്നു 32-കാരിയുടെ തട്ടിപ്പ്. കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ ജൂൺ 21-നാണ് യുവതിക്കെതിരെ യുവാവ് പരാതി നൽകിയത്. ഒളിവിലായിരുന്ന യുവതിക്ക് വേണ്ടി പോലീസ് പിന്നീട് ഊർജിത അന്വേഷണം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കോടതി ഈ യുവതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതോടെയാണ് തട്ടിപ്പുകാരിയായ യുവതിയെ പിടികൂടിയത്. വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്നവരുമായി യുവതി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു രീതി. തുടർന്ന് യുവാക്കളിൽ നിന്ന് പണവും സ്വർണവും ആവശ്യപ്പെടും. ഇവർക്കെതിരെ സമാനമായ ഒട്ടേറെ കേസുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ ഒരു SIക്കെതിരെ മംഗളൂരിൽ യുവതി പരാതി നൽകിയിരുന്നു. ആശുപത്രിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ISRO ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞാണ് ഇവർ പലരെയും കബളിപ്പിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതി പരാതിക്കാരനായ പൊയിനാച്ചി സ്വദേശിയായ യുവാവിനെയും പരിചയപ്പെട്ടത്. ISRO ഉദ്യോഗസ്ഥയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനായി ചില വ്യാജരേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് യുവാവിൽ നിന്ന് 1 ലക്ഷം രൂപയും 1 പവന്റെ മാലയും തട്ടിയെടുക്കുകയായിരുന്നു. യുവതിക്കെതിരെ പരാതിയുമായി എത്തിയ മറ്റൊരു യുവാവിനെ മംഗളൂരിൽ വെച്ച് ലൈംഗികാതിക്രമ കേസിൽ യുവതി കുടുക്കിയിരുന്നു. മംഗളൂരിൽ ജയിലിലായ യുവാവിൽ നിന്ന് 5 ലക്ഷം രൂപയും യുവതി തട്ടിയെടുത്തു. കേസിൽ പിന്നീട് യുവാവ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് യുവതിയുടെ തട്ടിപ്പിന്റെ ആഴം വ്യക്തമായത്. ഇതിന് പിന്നാലെയാണ് പൊയിനാച്ചി സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത്. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ വൈകാതെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട്. 1 ലക്ഷം രൂപയും 1 പവന്റെ മാലയും തട്ടിയെടുത്തെന്ന പൊയിനാച്ചിയിലെ 30-കാരന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഒളിയിൽ പോയ യുവതി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും തള്ളുകയായിരുന്നു. ISROയിലെ ജീവനക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പൊയിനാച്ചിയിലെ യുവാവിനെ വലയിലാക്കിയത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്നാണ് പോലീസ് അറിയിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണമുയർന്നിട്ടുള്ളത്. ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞ് യുവതി പലരെയും തട്ടിപ്പിനിരയാക്കുകയായിരുന്നു. ഇതിന് വ്യാജ തിരിച്ചറിയൽ കാർഡും നിർമ്മിച്ചു. ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിയായ യുവതി ഹണി ട്രാപ്പിന്റെ മറവിലാണ് വൻ തട്ടിപ്പുകൾ നടത്തി വന്നത്. പുല്ലൂർ സ്വദേശിയായ യുവാവിനെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് യുവതിയുടെ തട്ടിപ്പ് പുറത്തുവന്നത്. സൗഹൃദം സ്ഥാപിച്ച് സ്വർണവും പണം തട്ടിയെടുക്കുന്നതാണ് യുവതിയുടെ രീതി. ചിലർക്ക് വിവാഹ വാഗ്ദാനവും നൽകുകയും ചെയ്യും. 2 കുട്ടികളുടെ അമ്മയാണിവർ. എന്നാൽ വിവാഹം കഴിച്ചതോ കുട്ടികൾ ഉള്ളതോ വെളിപ്പെടുത്താതെയാണ് ഓരോ സ്ഥലത്ത് ആഡംബര ഹോട്ടലിൽ തങ്ങി യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ഒരു പോലീസുകാരനും ഇവർ കാരണം ലക്ഷങ്ങൾ നഷ്ടമാവുകയും പീഡനക്കേസിൽ ജയിലിൽ കിടക്കേണ്ടതായും വന്നിരുന്നു. ഇവർക്കെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവർ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു. വലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് പരാതി നൽകിയത്. ജയിലിലായ ഇയാളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പിന്നീട് ജാമ്യത്തിലിറങ്ങി യുവതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പ് പുറത്താവുമെന്ന് വ്യക്തമായ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകി. 2023 നൽകിയ കേസ് ഇപ്പോൾ മംഗളൂരിൽ നടക്കുന്നുണ്ട്. തട്ടിപ്പ് മനസ്സിലാക്കി ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ 60-കാരനെ പോക്സോ കേസിൽ കുടുക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. ഈ സ്ത്രീ കോട്ടയത്തും സമാന തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. തട്ടിപ്പ് പുറത്താവുമെന്ന് മനസ്സിലാകുമ്പോഴാണ് മക്കളെ ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് വിവരം. കുട്ടികൾക്ക് യുവതി വിദ്യാഭ്യാസം നിഷേധിക്കുന്നതായും ആരോപണമുണ്ട്. കാസർഗോഡ് നഗരത്തിലെ സ്കൂളിൽ ഈ അധ്യയന വർഷം 2 കുട്ടികൾക്കും പ്രവേശനം നേടിയെങ്കിലും ആകെ 3 ദിവസമാണ് ഇവർ ക്ലാസ്സിലെത്തിയത്. ഇടത്തരക്കാരായ യുവാക്കളെ ചങ്ങാതം സ്ഥാപിച്ച ശേഷം ഇവരെ വലയിൽ വീഴ്ത്തി ഈ 32-കാരി യുവാക്കളുടെ ബലഹീനത മുതലെടുത്താണ് പണം തട്ടിയെടുക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. യുവാക്കളുമായി നടക്കുന്ന സംഭാഷണങ്ങളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിവരങ്ങൾ ഫോണിൽ സൂക്ഷിക്കുന്ന യുവതി ഇവ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത്. അമ്പലത്തറ സ്വദേശിയായ ജിം പരിശീലകന്റെ 4 ലക്ഷവും തട്ടിയെടുത്തത് ഈ ഭീഷണിയിലൂടെയായിരുന്നു. വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രം സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച ഇവർ തനിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി അടുത്ത പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഇരകളെ പരാതി നൽകുന്നെന്ന് പിന്തിരിപ്പിച്ചെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.